വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. അപ്പോൾ ഇന്നാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അപ്പം ആറ്റുകാൽ പൊങ്കാല ഞാനും ഇടുന്നുണ്ട്. വസു ചെറുതായിരുന്നപ്പോഴും ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞു വാവയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഞാൻ ആദ്യം ഇടുന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യണത്. അപ്പം ഞാൻ വീട് വെച്ച സമയത്ത് ഞാൻ ഇങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു വീടിൻ്റെ നടയിൽ ഇടാമെന്ന്. അപ്പോൾ എൻ്റെ വീടിൻ്റെ നടയിലാണ് ഞാൻ എൻ്റെ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പം ഞാനിന്ന് പൊങ്കാലയ്ക്കായിട്ട് ഇടുന്നത് ഒരു ശർക്കര പൊങ്കാലയും പിന്നെ ശർക്കര പായസം, പിന്നെ ഒരു മണ്ടപ്പുറ്റും ഒരു തെരളിയും. മണ്ടപ്പുറ്റും തെരളിയും എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, ആദ്യം ചെയ്യണവർ എന്തായാലും അവർ ആദ്യമായിട്ടായിരിക്കുമല്ലോ അവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദേവി ക്ഷമിക്കട്ടെ എൻ്റെ അടുത്ത്. ഇപ്പം സമയം 6:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഏട്ടൻ കുളിക്കണം. വസുവിനെ എണ്ണിപ്പിക്കുന്ന വസു എണ്ണീറ്റിട്ടില്ല. എന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോയി നമുക്ക് ലാസ്റ്റ് നേദിക്കാൻ വേണ്ടി കുറച്ച് തീർത്ഥം മേടിക്കണം, വീടിൻ്റെ അകത്തൊക്കെ തളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് റെഡി ആയിട്ട് പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുത് തീർത്ഥമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. പൊങ്കാല സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങാമെന്ന് വിചാരിച്ചു. വീടും പുറത്ത് ഭാഗമൊക്കെ ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മലയൻകീഴ് കൃഷ്ണൻകോവിലാണ് കേട്ടോ നമ്മൾ തീർത്ഥം വാങ്ങാൻ പോയത്. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ ആൻറ്റിയാണ് പറഞ്ഞത് അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ തരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ ശീവേലി ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമുക്ക് അവർ തീർത്ഥമൊക്കെ തന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഇവിടെ അടുപ്പ് ഒരുക്കുകയാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്ന തീർത്ഥമെല്ലാം വീടിൻ്റെ അകത്തെല്ലാം തളിച്ചൊന്ന് ശുദ്ധിയാക്കി. പിന്നെ എനിക്കിവിടെ അടുപ്പ് ഒരുക്കി തരുന്നത് എൻ്റെ ചേട്ടനും എൻ്റെ കുട്ടിയും കൂടെയാണ് കേട്ടോ. വസുവിന് ഇതിനെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ വസുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ പുറത്ത് തളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അവനെയും കൂടെ തളിക്കണമെന്ന്. അങ്ങനെ അവനെയും ഞാൻ തളിച്ചു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ആക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ സെറ്റപ്പ് ഒന്നും പറയാൻ പാടില്ല അല്ലേ ഈശ്വര. പിന്നെന്താണ്, പടുക്ക ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പടുക്കാന്നായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഗണപതിക്ക് ഒരുക്കാന്ന് പറയും, ട്രിവാൻഡ്രത്ത് തന്നെ പടുക്കാന്ന് പറയുന്നത്. ആറ്റുകാൽ കോവിലിൽ പോകും വഴിയാണ് ഞാൻ കണ്ടത്. ഈ നാട്ടിൽ വന്നിട്ട് കണ്ടാണ് കേട്ടോ. ഇത്രയും വലിയ പടുക്ക ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ സാധനങ്ങളിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പടുക്ക ഒരുക്കുന്ന കണ്ടിട്ട് വലിയ പടുക്ക ഞാൻ കണ്ടിട്ടില്ല. ഇനി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ നാട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ പടുക്കയ്ക്ക് വേണ്ട അവലും മലരും പഴവും ശർക്കരയും കരിക്കും നിറപറയും വിളക്കും എല്ലാം ഇവിടെ വെച്ചു. പിന്നെ ഞാൻ ഇത്തവണ പൊങ്കാല ഇടുന്നത് കലത്തിലല്ല, ഈ വലിയ ഉരുളിയിലാണ് കേട്ടോ. അങ്ങനെ ഉരുളിയിലൊക്കെ ഞാൻ ചന്ദനം തേച്ച് കൊടുക്കുകയാണ്. ഉരുളിയിലും മറ്റേ ഇഷ്ടികയിലും ഒക്കെ ചന്ദനം തേച്ചു. പിന്നെ ഇവിടെ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൊതുമ്പും ചൂട്ടും പിന്നെ വിറകും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇടയിൽ കിടന്ന് എല്ലാം വാരി വലിച്ചിടണ്ട, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിവിടെ പടുക്ക വയ്ക്കുമ്പോൾ അച്ഛനും മോനും കൂടെ അത് അറേഞ്ച് ചെയ്യണം കേട്ടോ. അവിടെ നമ്മുടെ വീട്ടിൽ ആറ്റുകാലമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ പാതിരാത്രി ഞാനും ഏട്ടനും കൂടെ പോയി തപ്പി കണ്ടുപിടിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു അതുകൂടെ വെക്കണം പടുക്ക വയ്ക്കുമ്പോഴെന്ന്. അങ്ങനെ നമ്മൾ പോയി അത് വാങ്ങിച്ചാൽ അതുകൂടെ വെച്ചപ്പോൾ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആറ്റുകാലമ്മയുടെ ഫോട്ടോയിൽ ഒരു ഹാരം കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ പടുക്കയ്ക്ക് വെക്കണ അത്യാവശ്യം ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിളക്കും കത്തിക്കാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടി വിയിൽ നമ്മൾ ന്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയൂലേ എത്ര മണിക്കാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 9:15 നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടിരുന്നു. അപ്പോഴേക്കും ഞാനിവിടെ ഇരുന്ന് ശർക്കര ചീവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ സമയം പെട്ടെന്ന് ആകുമല്ലോ. അപ്പോൾ ഞാൻ ശർക്കര എടുക്കുമ്പോൾ എൻ്റെ കുട്ടിയും വന്നിരിപ്പുണ്ട്. എല്ലാത്തിലും എല്ലാം വന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന് ഒരു സംതൃപ്തി ഉണ്ടായില്ല അവന്. പിന്നെ ഏട്ടൻ ഇവിടെ നിന്ന് തേങ്ങ തിരുവി തരുന്നുണ്ട്. അങ്ങനെ ഞാനും ബസ്സോടെ ശർക്കര ചെയ്യുമ്പോൾ ഏട്ട ഇവിടെ തേങ്ങ തിരുവുന്നു. അങ്ങനെ ഇത് ഞാനുണ്ടല്ലോ മൈക്ക് വെച്ചിട്ട് ആണ് കേട്ടോ വരുന്നത്. പക്ഷേ മൈക്ക് ഓൺ ആയിരുന്നില്ല. അതാണ് ഞാൻ ഇവിടെ നിന്ന് കാര്യം പറയുന്നത്. മൈക്ക് ഓൺ ആയില്ലെന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്തായിക്കോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കണ്ട, ഇതുപോലെ ലൈവായിട്ട് ചെയ്താൽ ലൈവ് വോയിസ് മതി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മൈക്ക് അങ്ങനെ നമ്മൾ തേങ്ങയും ചിരവിയെടുത്തു.
ശർക്കരയും ചീവിയൊക്കെ വെച്ച്. അപ്പം കുറച്ചുകൂടെ എളുപ്പമാവും നമുക്ക് ആ ഉണ്ടാക്കുന്ന സമയത്ത്. 9:45 നമുക്ക് തിരി കൊളുത്തേണ്ട സമയം. അപ്പം ഞാൻ 9:40 ആയപ്പോഴേക്കും വിളക്ക് കത്തിച്ച് വെച്ചു. അപ്പോൾ അവിടെ ടി വിയിൽ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അടുപ്പ് കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടില്ലേ ചന്ദനത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എല്ലാത്തിൻ്റെ ഇടയിലും ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടി. പിന്നെ കുട്ടികളല്ലേ, നമുക്ക് വഴക്ക് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നോട്ടെ വിചാരിച്ചു. പിന്നെ ചന്ദനത്തിരി കത്തിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ നമ്മുടെ പൊങ്കാല അടുപ്പ് കത്തിക്കുന്ന സമയമായിട്ടോ. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. സാധുജനാധാര സർവഭൗമ മാധവ മാമവദേവ കൃഷ്ണ മാധവ മാമവദേവ അങ്ങനെ നല്ല ഭംഗിയായിട്ട് തിരിയൊക്കെ കൊളുത്തി നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനാണ് ഇവിടെ നിന്ന് ബാക്കി ചെയ്യുന്നത്. ഞാൻ അവിടെ മറ്റേ മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ട് കുഴയ്ക്കാനായിട്ട് പോയി കേട്ടോ. ആദ്യം മണ്ടപ്പുറ്റ്, പിന്നെ തെരളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന നമുക്ക് തലവേദന അസുഖങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് കേട്ടോ നേർന്നതാണ് മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശർക്കര, തേങ്ങ, പിന്നെ ചെറുപയർ പരിപ്പ് വറുത്ത് പൊടിച്ചത്. ഒരുപാട് പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കാം. പിന്നെ തേങ്ങ, അരിപ്പൊടി, പിന്നെ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, നെയ്യ്, ഇത്രയും ചേർത്തിട്ട് നല്ല വരവിയെടുക്കണം. പക്ഷെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം നമുക്ക് കുഴയ്ക്കാൻ ഒരു ഈസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ പഴം ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ ശർക്കരയുടെ നനവിൽ വേണം നമ്മളിതിനെ അങ്ങ് കുഴച്ചെടുക്കാൻ. ഈ നമ്മളല്ലാണ്ട് തിരളിക്കാൻ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഈ പയറുള്ളത് കൊണ്ട്, മീൻസ് ചെറുപയർ പരിപ്പുള്ളത് കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് കുഴച്ചെടുക്കുക തന്നെ വേണം. നമ്മൾ ദേവിക്ക് സമർപ്പിക്കണമല്ലേ. അങ്ങനെ രണ്ട് പഴം ചേർത്തപ്പോഴേക്കും ഞാൻ എൻ്റെ മണ്ടപ്പുറ്റിനുള്ള മാവ് നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടെല്ലാം കുഴച്ച് വെച്ചപ്പോഴേക്കും എൻ്റെ അരി ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അരിയെല്ലാം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യസിദ്ധിക്കൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. എല്ലാവർക്കും നല്ല ഐശ്വര്യവും ആരോഗ്യവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സങ്കല്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പൊങ്കാല, നമ്മുടെ പുതിയ വീട്ടിലെ നമ്മുടെ ആദ്യത്തെ പൊങ്കാലയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. വസുവിന് ഇടണമെന്ന് പറഞ്ഞ് ഇപ്പോൾ വസു അതിനകത്തിട്ട് വരവിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടനെ വന്ന് ഒരു പിടി വാരിയിടൂ. അപ്പം അവൻ ഇടണ്ട, അമ്മയ്ക്ക് എടുത്ത് തരാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിന്നു. പിന്നെ ഏട്ടൻ വന്ന് നിന്ന് ഏട്ടനും ഇട്ടു. മീൻസ് ബാക്കിയുള്ള അരി 3 പ്രാവശ്യം നമ്മളിങ്ങനെ വലം വെച്ചിട്ട് മീൻസ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടിടുക, പിന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ 3 ആൾ നിന്ന് അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി പൊങ്കാല തിളച്ച് തൂവണം. പക്ഷെ എനിക്കിവിടെ അബദ്ധം പറ്റിയത്, പൊങ്കാല ഇപ്പം തിളക്കിയെന്നും പറഞ്ഞ് ഫോണിന് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും തിള വന്നില്ല. ഈ വലിയ ഉരുളി ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ഫോൺ അവിടെ ഇരിക്കുകയല്ലേ, വീഡിയോ ഓൺ ആയിരിക്കുമെന്ന് വിചാരിച്ചു. വസു ആണോ കയറി എന്ത് ചെയ്തെന്നറിയില്ല, തിളച്ച് തൂവണത് മാത്രം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് നോക്കിയപ്പോഴാണ് ഇതൊന്നും റെക്കോർഡായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെയാണ് ഇത് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ കിഴക്കോട്ട് വീഴുന്നതാണ് കുറച്ച് ഐശ്വര്യം എന്ന് പറയും. ഞാൻ ഇത്തിരി ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിഴക്കോട്ട് വീഴാൻ പാകത്തിന്. പിന്നെ അതിന് തിളച്ചതിന് ശേഷം തേങ്ങയും ശർക്കര, നെയ്യ്, പഴം അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. അതിൽ പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഏലക്ക ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മണ്ടപ്പുറ്റിനുള്ള പയർ പൊടി അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ പഴവും ഇട്ട്, പഴം ഇടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏട്ടൻ പറഞ്ഞു പഴവും കൂടി ഇടുന്നു. പിന്നെ പഴവും ഇട്ട് നെയ്യിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. ബാക്കി ഏട്ടൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മണ്ടപ്പുറ്റിനുള്ള എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊങ്കാല പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടുള്ള ഇഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മണ്ടപ്പുറ്റ് ഇങ്ങനെ ബോളാക്കിയിട്ട് കണ്ണ്, വായും അങ്ങനെ നമ്മൾ ഫേസ് പോലെ ആക്കിയിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ ആൻറ്റിയാണ് കേട്ടോ എനിക്കിതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ചേർക്കണം ഏതൊക്കെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ താങ്ക്സ് ടു ആൻറ്റി.
അങ്ങനെ പിന്നെ അടുത്തത് നമുക്ക് തെരളിയപ്പത്തിനുള്ള തെരളിക്ക് വേണ്ടിയിട്ട് കുഴച്ച് വയ്ക്കാം. ഇതിനകത്ത് മറ്റേ ചെറുപയർ പരിപ്പ് മാത്രമേ ചേർക്കില്ല എന്നേ ഉള്ളൂ. ബാക്കി നേരത്തെ ചേർത്തിട്ട് അരിപ്പൊടി, ശർക്കര, ചുക്കുപൊടി, ഏലക്കപ്പൊടി, പഴം, തേങ്ങ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമ്മുടെ വയനയിലയിൽ മീൻസ് ഇതിനെ ഒരു മറ്റേ ഷേപ്പ് ആക്കിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യും കൂടിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വയനയിലയിൽ നമ്മൾ പൊതിഞ്ഞ് ആവി കയറ്റിയെടുക്കുക. ഇതാണ് കേട്ടോ. ഞാൻ മൈക്ക് ധൈര്യത്തിലാണ് ഇരുന്ന് ഞാൻ പറയുന്നത്, പക്ഷേ എന്ത് ചെയ്യാൻ മൈക്ക് ഓണായിരുന്നില്ല. അതെന്ത് പാവട്ടെ. അപ്പം എൻ്റെ കൂടെ കുഴയ്ക്കാൻ വസുണ്ട്. വസുൻ്റെ കൈയൊക്കെ എനിക്കറിയാം ഇതിൻ്റെ ഇടയിൽ വരുമെന്ന്, അതുകൊണ്ട് കൈയൊക്കെ നല്ല വൃത്തിയായി കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മണ്ടപ്പുറ്റ് കുഴച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു തരുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് മക്കൾ പിടിച്ച് ശരിയാവില്ല, ഇത് ഉണ്ടാക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞതിന് ശേഷം കൈയൊക്കെ കഴുകിയിട്ട് നല്ല കുട്ടിയായിട്ട് വന്നിരുന്ന് കുഴച്ച് തരാണ് കേട്ടോ എനിക്ക്. ഈ വയനയില അപ്പച്ചി എനിക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ചെന്ന് എടുത്താൽ മതി എന്നുള്ള പാവത്തിന് വെച്ചിരുന്നാണ് കേട്ടോ, പാവ അപ്പച്ചി. അങ്ങനെ എല്ലാം ആക്കി. പക്ഷേ ഈ വയനയിലയിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ 2 സൈഡിൽ വെക്കും. ഒന്ന് മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടെ വെക്കും. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഏട്ടൻ അവിടെ ഇത് മീൻസ് അടുപ്പിൻ്റെ അവിടെ ആയിരുന്നുകൊണ്ടാണ് ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഇത് 2 പ്രാവശ്യം വെക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ മണ്ടപ്പുറ്റ് റെഡി ആയപ്പോഴേക്കും അതിനെ മാറ്റിയിട്ട് ഇതിനെ ഞാൻ തെരളിയപ്പത്തിന് ആവിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ചു. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇത് ആകുമോ, 2:15 നേദിക്കേണ്ട സമയം, ആ സമയം കൊണ്ട് ആകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു 12 മണിയായപ്പോഴേക്കും എൻ്റെ പായസവും മണ്ടപ്പുറ്റും തെരളി എല്ലാം തീർന്ന് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ വന്നു കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞല്ല. പിന്നെ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയില്ല, നമുക്ക് കുറച്ച് ഇതിൻ്റെ ആവശ്യമുള്ള, വെറുതെ നമ്മൾ പ്രസാദമല്ലേ അങ്ങനെ കളയാൻ പാടില്ലല്ലോ, അങ്ങനെ കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണ്ടില്ലേ എല്ലാം. ഈ അടുപ്പ് കത്തിക്കാത്തതിൻ്റെ ഞാനിങ്ങനെ അടുപ്പ് കത്തിച്ച് എനിക്ക് ശീലമില്ല, അതിൻ്റെ ഒരു കുറവ് എനിക്കിവിടെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പൊക്കെ നല്ല സൂപ്പറാക്കി നമ്മൾ നമ്മുടെ 3 ഐറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. ഇനി എത്ര മണിയായി 12:30 കഴിഞ്ഞ്. ഇനി 2:15 നേദിക്കുന്നത്. അപ്പം അതുവരെ നമുക്ക് അകത്ത് പോയി വെയിറ്റ് ചെയ്യാം. ഇനി എല്ലാം മണ്ടപ്പുറ്റ് ഉണ്ടാക്കി, തെരളിയപ്പം ഉണ്ടാക്കി, പൊങ്കാല പായസം ഇട്ടു, ശർക്കര പായസം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. 2:15 കേട്ടോ നേദിക്കുന്ന ടൈം. അപ്പം നമ്മൾ TV ഇട്ടിട്ടുണ്ടായിരുന്നു. TV-യിൽ അവിടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ആയിന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിവിടെ നേദിച്ചു കേട്ടോ. പൂവെടുത്തതായത് എല്ലാവർക്കും കൊടുക്കാം, കഴിക്കാം. ആർക്ക് ആൻറ്റിക്ക് കൊടുക്കുന്നത്? അതല്ല മണ്ടപ്പുറ്റ്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോയി കേട്ടോ. അപ്പോഴും ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ പോകണ്ടായിരുന്നു, അതായത് പൊങ്കാലയുടെ തലേ ദിവസം. അപ്പം നമ്മളിങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇതേ പോകുമ്പോഴേ കോർപ്പറേഷനിലൊക്കെ ഉണ്ടാവും
ഇതൊക്കെ പൊങ്കാലിട്ട വഴികളാണ്. ഒട്ടും വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാവം അവരെ മാത്രം നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. കോർപ്പറേഷനിലെ ആളുകൾ വന്ന് ഫുള്ള് കൊണ്ടുപോയി എല്ലാ വേസ്റ്റും. ഒരു വേസ്റ്റ് പോലും ആ റോട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ വെടിക്കെട്ട് ഏതോ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ഷേത്ര പരിസരത്ത് ഇതുപോലെ ദേവിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. എൻ്റെ പൊന്നെ, അവിടെ കാലുകുത്താൻ പോലും ഇട ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന സമയത്ത് കുത്തിയോട്ടം നടക്കുകയായിരുന്നു കേട്ടോ. അതിന് ശേഷമേ, അപ്പം നമ്മളൊരു 10:30 വരെ അവിടെ നിന്നു. അപ്പം അതിന് ശേഷമേ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏതോ ക്ഷേത്രത്തിൽ പോയി സ്റ്റേ, എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ ഒരുപാട് നേരം നിന്നില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ വസുവിനെയും കൊണ്ട് പോകുന്നത് അത്ര പോസിബിൾ അല്ല. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴുതൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ അവിടെ പുറത്ത് നിന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പം അടുത്ത വർഷവും ദേവി നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ പൊങ്കാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുഭാവ വ്ലോഗ്സ്.